അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ നങ്ക് എങ്ങനെ കട്ട് ചെയ്ത് അത് വൃത്തിയായി ക്ലീൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് എന്ന് കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചങ്കുകളെ. അപ്പം ഇതുപോലെ നങ്ക് കിട്ടുന്നവര് ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി അത് കട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ സൈഡിലെ മുള്ള് ഞാൻ അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കത്രിക കൊണ്ട് ഇതിന്റെ സൈഡിലൊരു മുള്ളുണ്ട്. കാരണം അത് നമ്മൾ വാളയെ പോലെ വലിച്ചു പറിച്ചാൽ അത് പോകില്ല. ഇതുപോലെ കത്രിക കൊണ്ട് സൈഡ് അരിഞ്ഞു കൊടുക്കണം. കാരണം ഞാൻ അതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അരിയുന്നതിന് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. എന്നാലും ഇങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ സൈഡിൽ മുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ചിലർ വിചാരിക്കും ഇതിന്റെ ചെതുമ്പലാണ് ചിരണ്ടി ഇളക്കേണ്ടിയെന്ന്. ഒരിക്കലുമല്ല. ഇതിന് വേറെ ഒരു എളുപ്പ വഴിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ ഇളക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇങ്ങനെ ഇളക്കുമ്പോൾ ചെതുമ്പൽ ഇളകുന്നുണ്ട്. അപ്പം വിചാരിക്കും ഇങ്ങനെ ആയിരിക്കും ഈ മീൻ ക്ലീൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. ഒരിക്കലും ഇങ്ങനല്ല ഈ മീൻ ക്ലീൻ ചെയ്യേണ്ടത്. നങ്ക് നമ്മുടെ നാട്ടിലൊക്കെ ഇത് നങ്ക് കിട്ടും, പക്ഷെ ഇത്രയും വലിയ നങ്ക് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. നാട്ടിലും ചെറിയ നങ്കുകളൊക്കെ ഞാൻ കൂട്ടിയിട്ടുള്ളൂ, കനം കുറഞ്ഞ നങ്കുകൾ. ഇത്രയും വലിപ്പമുള്ള നങ്ക് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ മേഡത്തിൻ്റെ അവിടെ മേടിച്ചിട്ടുള്ള ദിവസം ഞാൻ ഇടയ്ക്കങ്ങോ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ നങ്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പറ്റുന്നവരെങ്കിൽ ഇത് മേടിച്ച് ഇത്. പക്ഷെ ഇവനുണ്ടല്ലോ കറിക്ക് അത്ര ടേസ്റ്റ് ഇല്ല. ഇവനെന്ന് പറഞ്ഞാൽ ഫ്രൈക്കാണ് ഏറ്റവും ബെറ്റർ. ഇവനെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഫുള്ള് അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞിട്ട് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ശകലം തൈരോ നാരങ്ങ നീരോ പിഴിഞ്ഞൊഴിച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ അരച്ചിട്ട് നല്ലതുപോലെ ഇവനെ അകവും പുറവും അങ്ങ് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് എടുത്തിട്ട് അങ്ങോട്ട് പോയിരിക്കണം. കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കിയേ. അടുത്ത ട്രിപ്പ് കുഞ്ഞുങ്ങൾ പറയും, അച്ഛാ ഈ മീൻ എവിടെ കിട്ടും, പേര് പറയാൻ അറിഞ്ഞില്ല. അപ്പം നമുക്ക് മനസ്സിലാവും നങ്കിൻ്റെ വിശേഷമാണ് മക്കൾ പറയുന്നത്, നങ്ക് മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. അപ്പം പറ്റുന്നവരെനിക്ക് ഈ നങ്ക് മേടിച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കുക. ഒരുപാട് ടേസ്റ്റാണ്. പക്ഷെ നല്ലതുപോലെ മൊരിയണം കേട്ടോ. അപ്പം ഈ നങ്ക് ഇങ്ങനെ ചെതുമ്പൽ ഇളക്കുക അല്ല. ഇങ്ങനെ അറിയാത്തവർ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, ഇതിങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ട് ചെയ്യും, ഫ്രൈ ആക്കാം. പക്ഷേ ഇതല്ല ഇതിൻ്റെ പണി. ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ വേറൊരു പണിയാണ്. കാരണം പെട്ടെന്ന് ഇവൻ്റെ ഉടുപ്പൊക്കെ അങ്ങ് ഊരിക്കളയാം കേട്ടോ. അതുപോലെ ഈ സൈഡ് അരിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിലേണ്ട ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇവൻ്റെ ഒരു ഉടുപ്പ് നമ്മൾ ഊരുകയാണ്. അപ്പം ഇതുപോലെ ഇവൻ്റെ ഉടുപ്പ് ഊരി കളയണം. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു മീൻ വറുത്ത് കഴിക്കുമ്പോൾ ആ ഒരു അതിൻ്റെ തൊലിയുടെ ഒരു കട്ടിയും പിന്നെ അതുപോലെയല്ല നമ്മൾ ചേർക്കുന്ന ഉപ്പും മുളകും ഒന്നും അതിനകത്ത് പിടിക്കില്ല. കണ്ടല്ലോ അവൻ്റെ ലാസ്റ്റ് അറ്റത്ത് തൊട്ട് ഈ ഉടുപ്പ് ഞാൻ ഇങ്ങനെ വിരിയുകയാണ്. കണ്ട എന്നോ സൗന്ദര്യം ഒന്ന് നോക്കിയേ. കണ്ട എത്ര ഭംഗിയായിട്ട് അവനെ ആ ഉടുപ്പ് വിരിഞ്ഞെടുക്കാൻ നമുക്ക് പറ്റുന്നു. അപ്പം ഇതുപോലെ ചെയ്യുക. പോരാ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ സൗന്ദര്യമുണ്ട്. അപ്പം ഇനി ഇവിടെ ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇവിടെ വരഞ്ഞിട്ട് നമുക്കങ്ങ് ഉപ്പും മുളകും തേച്ച് വറക്കാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെയും ഉണ്ട് അവന് ഉരിഞ്ഞു മാറ്റാൻ പറ്റിയൊരു ഉടുപ്പ്. അപ്പോൾ ആ ഉടുപ്പും നമ്മൾ ഉരിഞ്ഞു മാറ്റണം. ഇതുപോലെ ഇപ്പുറത്തെ വശത്തും അവൻ രണ്ട് സൈഡിലും രണ്ട് കളർ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുക അവൻ ഒരു സൈഡിൽ ഉടുപ്പില്ലായിരിക്കും, അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് മുളക് തേച്ച് വറക്കണ്ട. അടുത്ത ഉടുപ്പും നമ്മൾ വിരിയുകയാണ്. എത്ര ഭംഗിയായിട്ട് എത്ര എളുപ്പം ഇത് പോയെന്ന് നോക്കിയേ. കണ്ട അവൻ്റെ സൗന്ദര്യം മാറുന്നുണ്ട്. ഇനി ഇവിടെ ഇതിൻ്റെ ഇതങ്ങ് എടുത്ത് കളയുമ്പോൾ ആ കറുപ്പും നമുക്കങ്ങ് മാറും. ഇതുപോലെ അങ്ങ് പിച്ച് കളയണം. എന്നിട്ട് ഞാൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ തല ഓട്ടി കളയില്ല. ഓട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത് തിന്നാൻ. അപ്പോൾ കണ്ടല്ലേ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇതിൻ്റെ അകത്തൊന്നും ഒരു പരിപാടിയില്ല. അകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ മുമ്പേ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാ മീനിനും ഇതേപോലെ അതിൻ്റെ അകത്ത് മരിക്കുന്ന സമയത്ത് ഈ മീൻ ചാവുന്ന സമയത്ത് അതിൻ്റെ ആ ഞരമ്പിൻ്റെ രക്തഓട്ടം നിൽക്കും. ആ രക്തം അവിടെ കട്ടയായി കറുപ്പായിരിക്കും. അതാണിത്. അത് കൃത്യമായി എടുത്ത് കളയുക. കണ്ടോ ഇനി ഇച്ചിരി ശകലം താഴോട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോ ഓഫാക്കിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് അത് ഞാൻ എടുത്ത് കളയും. അപ്പോൾ നങ്കിൻ്റെ ക്ലീൻ ചെയ്യുന്ന വിശേഷമൊക്കെ കണ്ടല്ലോ. അപ്പോൾ ചേച്ചി അടുത്ത ഒരു മീൻ ക്ലീനിങ്ങുമായി ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ഓക്കെ, ബൈ ബൈ ചങ്കുകളെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ബൈ ബൈ.